കശുവണ്ടി അഴിമതി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാതെ സർക്കാർ. സീനിയോറിറ്റി ഉണ്ടായിട്ടും ഡിവൈഎസ്പി ജ്യോതികുമാറിനെ സ്ഥാനക്കയറ്റത്തിന് പരിഗണിച്ചില്ല. സീനിയോറിറ്റിയിൽ തൊട്ടു താഴെയുള്ള 3 പേർക്ക് 2 ദിവസം മുൻപാണ് സ്ഥാനക്കയറ്റം നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ജ്യോതികുമാറിനെ സീനിയോറിറ്റി പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഷമീറെ വിവരങ്ങളുമായി ചേരുന്നു. ഷമീർ, ഇത് കേസ് ശരിയായി അന്വേഷിച്ചതാണോ അല്ലെങ്കിൽ മറിച്ചാണോ? എന്താണ് ഈ അവഗണനയ്ക്ക് കാരണമായി തോന്നുന്നത്? ഷാമിലി, ഈ കേസ് ശരിയായ രീതിയിൽ അന്വേഷിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഈ ഒതുക്കൽ നടപടി നേരിടുന്നത്. കോട്ടയം ക്രൈം റെക്കോർഡ്സ് ഡിവൈഎസ്പി ആയിട്ടിരിക്കുന്ന ജ്യോതികുമാറിനെയാണ് SP ആയി സ്ഥാനക്കയറ്റം നൽകാതെ 2 സർക്കാരുകളും അദ്ദേഹത്തെ ഒതുക്കുന്നത്. നമുക്കറിയാം, കശുവണ്ടി അഴിമതി കേസ് സംസ്ഥാനത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കേസാണ്. അദ്ദേഹം വിജിലൻസ് CI ആയിട്ടിരിക്കുന്ന സമയത്താണ് കശുവണ്ടി അഴിമതി കേസിൽ R ചന്ദ്രശേഖരനും ഒപ്പം തന്നെ MD KA രതീഷിനും കൃത്യമായ പങ്കുണ്ടെന്ന റിപ്പോർട്ട് നൽകിയത്. തുടർന്നാണ് ഈ അന്വേഷണം CBIക്ക് വിടുകയും ചെയ്തത്. എന്നാൽ SP-മാരായി പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് 27 പേർക്കാണ് SP-മാരായി സ്ഥാനക്കയറ്റം നൽകേണ്ടിയിരുന്നതിൽ 14ാം സ്ഥാനക്കാരനായി വരേണ്ടയാളായിരുന്നു ജ്യോതികുമാർ. എന്നാൽ ജ്യോതികുമാറിനെ ഒഴിവാക്കി സീനിയോറിറ്റി ലിസ്റ്റിന് മുകളിലുള്ള 8 പേരെ SP-മാരായി സ്ഥാനക്കയറ്റം നൽകി. ഈ സർക്കാർ വന്ന ശേഷം 3 പേരെ കൂടി ഇക്കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് SP-മാരായി സ്ഥാനക്കയറ്റം നൽകി. അന്നേരവും അദ്ദേഹത്തെ ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തെ നേരത്തെ ഇത്തരത്തിൽ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒതുക്കലിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡേക്ക് സ്ഥലം മാറ്റി. അതിനുശേഷം ഇദ്ദേഹത്തെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്ക് വിജിലൻസ് ഓഫീസറായി നിയോഗിച്ചു. എന്നാൽ ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ ചില അഴിമതികൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയിരുന്നു അന്നത്തെ ഫലം. ഇപ്പോഴും ഈ ഉദ്യോഗസ്ഥനെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലിട്ട് ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് 2 സർക്കാരിൻ്റെ കാലത്തും കശുവണ്ടി അഴിമതി പോലുള്ള ഒരു പ്രധാനപ്പെട്ട കേസ് അന്വേഷിച്ചതിൻ്റെ പേരിൽ SP ആയി പ്രമോഷൻ നൽകാതെ ഒതുക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി മറികടന്ന് അതിന് മുകളിലുള്ള ആളുകളെ മുഴുവനും SP-മാരായി നിയോഗിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പരാതിക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഷാമിലി, ശരി.